നിങ്ങൾക്ക് എങ്ങനെ ആ വീടുമായി ബന്ധമുണ്ടായി? ആ മനുഷ്യന്റെ അമ്മ തന്നെ ആയിരുന്നില്ലേ അന്ന് ബാങ്കിലൊപ്പം വന്നത്? അതെ. അതെങ്ങനെ? അന്ന് ഞാൻ അവരുടെ വീട്ടിലായിരുന്നു. അച്ഛന്റെ പെങ്ങളായിരുന്നു അവർ. BEd ഡിഗ്രിയും എടുത്ത് എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ സിറ്റിയിൽ വന്ന് നിൽക്കുകയായിരുന്നു ഞാൻ. ഇവിടെ നിന്ന് ശ്രമിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണോ അവിടെ നിന്ന്? ഇവിടെ എന്തിനു നിൽക്കണം? അമ്മ മരിക്കുന്നത് വരെ എനിക്കിത് വീടായിരുന്നു. ദേവിക്ക് അച്ഛനല്ലേ? അച്ഛൻ എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ചില്ലിട്ട ഫോട്ടോയാണ്. കണ്ടതെനിക്ക് ഓർമ്മയില്ല. അമ്മ എങ്ങനെ പെട്ടെന്ന്? കുറെ നാളായിട്ടേ അമ്മയ്ക്ക് വയ്യായിരുന്നു. എന്നെ ഡിഗ്രി എടുപ്പിച്ച് കണ്ടിട്ടേ കണ്ണടയ്ക്കൊന്നും പറഞ്ഞ് രോഗത്തോട് പൊരുതി പൊരുതി നിൽക്കുകയായിരുന്നു. അമ്മ പറഞ്ഞതുപോലെ നടന്നു. അമ്മ മരിച്ച് ചടങ്ങുകൾ കഴിഞ്ഞ് എല്ലാവരും ഒഴിഞ്ഞ് ഒറ്റയ്ക്ക് താമസിച്ചു മടുത്ത് വീടും പൂട്ടിയിട്ട് പോകുമ്പോ ഞാൻ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചതാണ് വീണ്ടും ഇങ്ങോട്ട് വരരുതേ എന്ന്. അമ്മൂമ്മയുള്ളത് കൊണ്ട് ഒരു തുണി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. വലിയമ്മയുടെ വീട്ടിൽ നിൽക്കുകയായിരുന്നു. എന്റെ ഒറ്റയ്ക്കുള്ള അവസ്ഥ കണ്ടിട്ട് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നു. ഈ ബി പരമേശ്വരൻ നായർ ദേവിയുടെ അച്ഛന്റെ പേരാ? അതെ. പുള്ളിയുടെ വീട്ടുപേരും ബാക്കി അഡ്രസ്സും ഒക്കെ? വായി തോന്നിയത് ചോദിക്കുന്നോണ്ട് വേറൊന്നും തോന്നിയില്ലല്ലോ? ഇല്ല. നിങ്ങളെ അമ്മായി ബാങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരായിരുന്നോ അതോ അമ്മായി നിങ്ങൾ? എന്നെ അമ്മായിയാണ് കൂട്ടിക്കൊണ്ടുവന്നത്. സഹായിക്കാനോ അതോ ഒരു കുരുക്കിലാക്കാനോ? സഹായിക്കാൻ തന്നെ. ആ സ്ത്രീക്ക് നിങ്ങളോട് ഇത്ര അടുപ്പം വരാൻ കാരണം? എന്റെ അച്ഛനോട് അവർക്ക് അത്രയ്ക്ക് കടപ്പാടുണ്ടായിരുന്നു. അച്ഛന്റെ പണം കൊണ്ടാണ് അവരുടെ ഭർത്താവിന് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ സാധിച്ചത്. ബിസിനസ് പൊളിഞ്ഞതുകൊണ്ട് ആ പണം തിരിച്ചു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതൊരു തീരാക്കടം പോലെ അവരെ അലട്ടിക്കൊണ്ടിരുന്നു. അവരുടെ കൂടി ഉത്സാഹത്തിൽ എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ കടം തീരുമെന്നും അവർ കരുതിയിരുന്നിരിക്കണം. ലതിക കുമാരി എങ്ങനെ? ശരിക്കും അഴിഞ്ഞാട്ടക്കാരിയായിരുന്നോ? ആയിരുന്നു. അയാളോ? ഒരു മുഴുക്കുടിയൻ, ക്ലീൻ ആൽക്കഹോളിക്. എന്നാലല്ലേ തള്ളയ്ക്ക് പോനും കൂടെ എനിക്ക് അതൊക്കെ കൊല്ലാനൊക്കൂ. എന്നെ എന്തോന്ന് ഓതി കൊടുക്കുന്നു? എടി, പെണ്ണുങ്ങളായാലേ മാനമര്യാദയായിട്ട് വീട്ടിലിരിക്കണം. അല്ലാതെ തോന്നുമ്പോ തോന്നിയെടുത്ത് പോയി തോന്നുമ്പോ കയറി വരി. ഇവിടെ ആരും തോന്നിയെടുത്ത് പോയിട്ടില്ല. എളുപ്പം ചെല്ലടി, അവിടെ അവൻ നോക്കിയിരിക്കും. തിരിഞ്ഞു നോക്കരുതടി, വാനിരിയുന്ന നിന്റെ അവസാനത്തെ വരവായിരിക്കും അത്. സ്വബോധം ഇല്ലാതായ പെണ്ണുങ്ങളെ പിടിച്ച് ഭ്രാന്താശുപത്രിയിൽ അടയ്ക്കണം, അല്ലെങ്കിൽ കുഴപ്പമാ. കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള കാശ് കൊടുത്തോണ്ടാ പോയേക്കുന്നത് ആറുവാണി. എവിടെ ഈ തോന്നിയാസം കാരണം എന്റെ മോൻ കുടിയനായത്. എന്തും ഇടുക്കം കൊച്ചനായിട്ട് നടന്നിരുന്നതാ എന്റെ കുഞ്ഞ്. ഈശ്വരാ, ഇതെന്തൊരു കാലം. കണ്ടമാനം നടക്കുന്ന അവളന്മാർക്ക് ഒന്നിനും ഒരു കുറവുമില്ല. നിന്നെ പോലെ അടക്കും ഒതുക്കുമായിട്ട് കഴിയണ പെങ്കൊച്ചുങ്ങൾക്ക് കാശുമില്ല, പണിയില്ല. ഒരു ദിവസം കുടിച്ചു കുടിച്ച മനുഷ്യൻ മരിച്ചു കിടന്നു. കുടിച്ചു മരിച്ചതാണെന്നേ ആദ്യം തോന്നിയുള്ളൂ. ആത്മഹത്യയാണെന്ന് ആദ്യം ആർക്കും മനസ്സിലായില്ല.
മോളെ നീ ഇത് ഈ പെട്ടിയിൽ വെക്ക്, ആരും കാണരുത്. എന്റെ മോൻ എന്ത് പാവമാണെന്നറിയാമോ? 75,000 രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. ആ തേവടിച്ചിയുടെ പേർക്ക് എഴുതി വെച്ചേക്കുന്നു. ഇതിവിടെ വെക്കണ്ട. ഇപ്പൊ ഏതായാലും ഇവിടെ വയ്ക്കേ. അവള് കണ്ടിട്ടില്ല. ഇവിടെ ഇരുന്നോട്ടെ മോളെ. മോളെ ഇതാരും അറിയരുത്. രൂപ കിട്ടിയാൽ നിന്റെ ജീവിതം രക്ഷപ്പെടുമെങ്കിൽ മോളെ നീയെങ്കിലും രക്ഷപ്പെടും. അവൾ ആ കാശ് വാങ്ങിച്ചോണ്ട് പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്റെ കുഞ്ഞിന്റെ ബുദ്ധി പതറിപ്പോയത് കൊണ്ട് അവനെങ്ങനെ എഴുതി വെച്ചെന്നും കണ്ട് അവൾ ഒരിക്കലും ഗുണം പിടിക്കണമെന്ന് അവന് തോന്നാനേ ഒക്കെ ഇല്ല. എനിക്കറിയാം. എനിക്ക് ആ പണം വേണ്ട അമ്മായി. വേണം. എന്റെ വേണക്കുട്ടം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ. ആ കാശ് വെറുതെ പോയാലും അവൾക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ പോലും ഭർത്താവ് മരിച്ചിട്ട് ഒരാഴ്ച കൂടി തികഞ്ഞേ ഉള്ളൂ. അതിനു മുമ്പ് അവൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആഘോഷിക്കാൻ. അതവര് അവരുടെ വീട്ടിലേക്കൊന്നുമല്ല. അവിടെയെങ്ങും അവളില്ല. അവളിപ്പോ വേറെ എവിടെയെങ്കിലും കാണും. ഒരു സ്വൈരക്കേട് ഒഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സുഖിക്കായിരിക്കും. ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കും. നീ ഇറങ്ങ്. ആ ബാങ്കിൽ വന്ന് എന്റെ കൂടെ ഇരുന്നാൽ മാത്രം മതി. പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞോളാം. ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തോളാം. ഞാൻ പറയുന്ന പോലെ കേട്ട് നിനക്ക് നാളെ നീ ആ പറഞ്ഞ സ്കൂളിൽ ജോലിയാ. വൈകിയാൽ അതും വേറെ ആർക്കെങ്കിലും പോകും. എനിക്ക് ആവശ്യമുള്ള തുക തന്നിട്ട് ബാക്കി അമ്മായി എടുത്തു. പിറ്റേന്ന് തന്നെ ഞാൻ ആ വീട് വിട്ടു. പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. നിങ്ങളെ സസ്പെൻഡ് ചെയ്ത വിവരം ഞാൻ പത്രങ്ങളിൽ നിന്നറിഞ്ഞിരുന്നു. ആദ്യത്തെ ശമ്പളം ഒപ്പിട്ട് വാങ്ങുമ്പോൾ കുറ്റബോധം കൊണ്ട് എന്റെ കൈവിറച്ചു. ജോലി നേടാൻ വേണ്ടി വേറൊരാളിന്റെ ജോലി നഷ്ടപ്പെടുത്തിയ ആ സംഭവം എന്റെ ഉള്ളിൽ ഒരു മുള്ളാണ് ഇന്നും എന്നും. നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു തീരാക്കടക്കാരിയാണ്. എനിക്കറിയാം. എനിക്ക് ആ കടം തീർക്കണമെന്നുണ്ട്. എങ്ങനെ? നടന്ന എന്താണെന്ന് ഞാൻ പോലീസിനോട് പറയാം. അങ്ങനെയാവുമ്പോ ഹരിക്ക് ജോലി തിരിച്ചു കിട്ടുമല്ലോ. സപ്പോസ് എന്നെ ചീറ്റ് ചെയ്തിട്ട് പോയ പെൺകുട്ടി നിങ്ങളല്ല എന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞാലോ? എന്തിനാ അത്? പറഞ്ഞാൽ ദേഷ്യം തോന്നോ? ഇല്ല. കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ പേരിൽ ഇങ്ങനത്തെ അലിഗേഷൻ ഉണ്ടാകുന്നത്, അഥവാ ഉണ്ടായാലും അത് 4 പേര് അറിയുന്നത് ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ആവോ? ദേവികയാണ് എന്റെ മനസ്സിലുള്ള പെൺകുട്ടി. ഇപ്പഴല്ല, കുറെ നാളായിട്ട്. പറഞ്ഞില്ലേ, ആദ്യത്തെ മണി ഓർഡർ കിട്ടിയ ദിവസം മുതൽ. കാവും കൊള്ളവും ഒക്കെ ഉള്ളൊരു വീട്ടിൽ നിന്ന് തന്നെ ഞാനും വരുന്നത്. ഞാൻ നിൽക്കുന്ന എവിടാണെന്നും എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഇങ്ങനെ ഒരിടത്ത് നിന്നുകൊണ്ട് ഇമാതിരി ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഫുൾ സീരിയസ്നെസ്സോട് കൂടിയാണ് ഞാൻ പറയുന്നത്. ദേവി ഓർക്കണം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ തിരക്ക് പിടിച്ച് ഒന്നും ചെയ്യണമെന്നില്ല. അടുത്ത ആഴ്ചയല്ലേ സ്കൂൾ റീ ഓപ്പണിംഗ്? അതെ. എന്റെ പ്രോബ്ലംസും കുറേശ്ശെ സോൾവ് ആയിക്കൊണ്ട് വരികയാണ്. ഇനി കൂടിപ്പോയാൽ ഒരു 2 മാസം. അപ്പോഴേക്ക് എനിക്ക് തിരിച്ച് പണി കയറാനാ തോന്നുന്നു. അടുത്ത ആഴ്ച സ്കൂൾ റീ ഓപ്പണിങ്ങിന് ദേവികയും തിരിച്ച് ജോലി കയറിയിരിക്കണം. സ്കൂൾ തുറക്കുമ്പോൾ ദേവിക അവിടെ ഉണ്ടാവണം. അതിന് എളുപ്പമല്ല. എളുപ്പമാണ്. ആ പിള്ളേർ തിരിച്ച് സ്കൂളിൽ വന്നാൽ മതിയല്ലോ. നിമ്മി, സാലീം, അവരെ നോക്കൊണ്ടുവാ. അവരെവിടെയുണ്ട്? എന്റെ കയ്യിലുണ്ട്. ഒന്ന് വിളിച്ചു നോക്ക്. എനിക്ക് വയ്യ. പിന്നെ ഒരു നമ്മൾ എത്ര നേരം എങ്ങനെ ഇരിക്കുന്നേ? ഇത് തീർന്ന സ്ഥലം ഇനി കൊടുക്കണം. എന്നാ ഞാൻ തന്നെ വിളിച്ചു നോക്കാം. രാവിലെ എവിടേക്ക് പോയതാന്ന് മാത്രമേ അവര് പറയുന്നുള്ളൂ. അവിടെ ഇല്ലേ? ഇല്ല കുട്ടി, വേഗം കഴിച്ചിട്ട് പോവാം. വരുന്നുണ്ടോ നീ പൊയ്ക്കോളൂ.
എന്താ ഇതേ നേരത്ത്? എവിടെയായിരുന്നു ഇതുവരെ? ഹൈ, ഭയങ്കര വിരട്ട് ലൈനാണല്ലോ ഇത്. വരട്ടൊന്നുമില്ല, ഞാൻ എത്ര നേരം കാത്തിരുന്നു. എവിടെ? തലയില്. ചിരിക്കണ്ട, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ പറയാം. നാളെ ഒന്നും പറ്റില്ല, എനിക്കിപ്പൊ പറയണം, ഇപ്പൊ കാണണം. മണി 9:30 ആകുന്നു. ആയിക്കോട്ടെ, 12 മണിയായാലും ഇപ്പൊ വരണം. എന്താ കുട്ടി ഇങ്ങനെ? ഞാനിപ്പം അവിടെ വരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ വരാൻ പറ്റില്ല. നാളെ കാണാം. നാളെ രാവിലെ ഞാൻ ആ വഴി വരാം. ഗുഡ് നൈറ്റ്. എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നിനക്കെന്താ കൊട്ടാരം പണിത് തരുന്നു പറഞ്ഞല്ലേ പറഞ്ഞു കൊടുക്കാൻ പോയത്? എന്നിട്ടിപ്പോ എന്തായി? ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇതിപ്പോ വേറെ ആരുടെയും കുഴപ്പമില്ല, പിന്നെ നമ്മുടെ. നീ പറഞ്ഞ സത്യം, എല്ലാം പറഞ്ഞു കൊടുക്കാൻ പോയതുകൊണ്ട് ഹരിയേട്ടനിപ്പൊ എന്നെ. നമ്മൾ തിരിച്ചു പോണെന്നാ പുള്ളി പറയുന്നത്. തിരിച്ചു പോയാലും എന്നോട് ഇഷ്ടമുണ്ടോ? സ്കൂളിലേക്കോ? നന്നായി, കൊല്ലോ രണ്ടിനെ. ഒന്നുമില്ല. നിനക്ക് തിരികെ പോണെന്നുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറയേ. എനിക്ക് വേണ്ടിയിട്ടല്ല. ഒരു പ്രത്യേക ടീച്ചറോടുള്ള വൈരാഗ്യം വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു. അവർക്ക് അതിനുള്ള പണിഷ്മെന്റ് കിട്ടുകയും ചെയ്തു. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒളിച്ചാമസിക്കുന്നത്? കുറച്ചുകാലം കൂടെ ഇങ്ങനെ പിടിച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കും. അതിനുള്ള ആഭരണങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ദേഹത്തുണ്ട്. പക്ഷെ അതും കഴിയുമ്പോഴോ? അത് അപ്പോഴല്ലേ? അപ്പോഴല്ലേന്ന് ചോദിച്ചാലും അങ്ങനെ ഒരു അപ്പോഴുണ്ടല്ലോ. അപ്പോ ഞങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ചോളാം. കുട്ടി സ്വയം നശിപ്പിക്കാൻ എളുപ്പമാണ്. അതിന് ആരുടെയും ലൈസൻസ് ഒന്നും ആർക്കും ആവശ്യമില്ല. അടുത്ത ആഴ്ച സ്കൂൾ റീ ഓപ്പണിംഗ് ആണ്. ഇപ്പൊ നല്ല ബുദ്ധിയോടെ എന്തെങ്കിലും ചെയ്താൽ ഈ വരുന്ന സ്കൂളിൽ ഏതെങ്കിലും നഷ്ടപ്പെടാതിരിക്കും. അത് ഞങ്ങൾ ആലോചിച്ചോളാം. ഞാനിത് പറഞ്ഞു എന്ന് വെച്ച് എന്നെ ഒരു ശത്രുവായിട്ട് കാണണമെന്നില്ല. നിങ്ങൾക്ക് ഞാൻ തന്ന പ്രോമിസ് എല്ലാം ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അല്ലാതെ ഞാൻ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്തു കളയെന്ന് വിചാരിച്ച് വീണ്ടും പേടിച്ചോടണമെന്നില്ല. ആ സ്കൂളിലേക്ക് തിരിച്ചു വന്ന പ്രശ്നമില്ല. അത് സാലയുടെ ആറ്റിറ്റ്യൂഡ്. നിമ്മയുടെ അത് തന്നെയാ. ആണോ? നിങ്ങൾ അവിടെ ബ്രെയിൻ വാഷ് ചെയ്യണമെന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അറിയാം. ബാഡി നിമ്മി, സാലി പൊയ്ക്കുള്ളൂ, ഞാനിപ്പോ വരാം.